നമസ്കാരം രുചിയുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. സോയ ചങ്ക്സ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കഴിച്ചു കഴിഞ്ഞിട്ട് ആരും പറയില്ല സോയ ചങ്ക്സ് ആണെന്ന്. എന്തായാലും നമുക്ക് നോക്കാം ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന 1 കപ്പ് സോയ ചങ്ക്സ് ആണ്. അപ്പോൾ ആദ്യം ഇത് നല്ല തിളച്ച വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം. അതിനുവേണ്ടി ഞാൻ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം നല്ലപോലെ പോക്കി എടുക്കുകയാണ് ചെയ്യുക. അപ്പം കുറച്ച് സമയം നമുക്ക് വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഞാൻ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഇത് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ വന്നാൽ മതി. ഇനി നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് സവാളയാണ്. 2 ചെറിയ സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞാണ്, കുനുകുനായിട്ട് അരിഞ്ഞാണ്. ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് അരിയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർത്താലും കുഴപ്പമില്ല. ഒരു 1.5 ടീസ്പൂൺ ചേർക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ കൂടെ ഞാൻ കൂടുതൽ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മിക്സഡ് ഹെർബ്സ് ആണ്. 1/2 ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു 1/2 കപ്പ് മൈദ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കിയിട്ട് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് നമുക്ക് നോക്കാം. കൈ കൊണ്ട് ഇളക്കി കൊടുക്കുകയാണ്. കൈ കൊണ്ട് ഇളക്കുമ്പോഴാണ് നമുക്ക് ആ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവുക. അപ്പം ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതാണ്ട് ഒരു 6 ടേബിൾ സ്പൂണോളം മൈദയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മളിത് ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യം ആവശ്യത്തിന് എടുത്തിട്ട് ഒന്ന് ബോളാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫില്ലിങ് പോലെ നമ്മൾ കുറച്ച് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കാം. എന്നിട്ട് ഇതിൽ ചീസ് വെച്ച് കൊടുക്കാം. കുറച്ച് ചീസ് വെക്കാം. എന്നിട്ട് വീണ്ടും ഇത് ബോളാക്കി എടുക്കുകയാണ് ചെയ്യുക. ഇതുപോലെ എല്ലാം നമ്മൾ ബോൾസ് ആക്കി എടുക്കാം. അപ്പം നമ്മളെല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ചെറുതും. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് കുഴിഞ്ഞൊരു പാത്രം എടുത്ത് അതിൽ എണ്ണ എടുത്ത് ചൂടാക്കിയിട്ടുണ്ട്. നല്ലപോലെ എണ്ണ ചൂടായി വന്നതിന് ശേഷം മാത്രം ഫ്ലെയിം കുറച്ചിട്ട് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതാ ഈ കളർ കണ്ടില്ലേ, കളറെല്ലാം മാറി നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇതുപോലെ നമ്മൾ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ഇത് വെക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഫ്ലെയിം കൂടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം പെട്ടെന്ന് തന്നെ ഡാർക്ക് കളറാവും. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാത്രം ചെയ്യുക. എണ്ണ ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാന്നേ ഉള്ളൂ. ഫ്ലെയിം കുറച്ചിട്ട് നല്ല ഡാർക്ക് കളറാകുമ്പോൾ വാങ്ങി വെച്ചാൽ മതി. അപ്പോൾ നമുക്കിതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സോയ ചീസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നല്ല ചൂടോടെ കുറച്ച് സോസിൽ മുക്കി കഴിക്കാന്ന് പറയുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.